ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കൺട്രോൾ ടെക് എന്ന് പറഞ്ഞൊരു പുതിയ ചാനലാണിത്. HVAC റിലേറ്റഡ് കൺട്രോൾസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് കൺട്രോൾസ്, PLC കൺട്രോൾസ്, DDC കൺട്രോൾസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാനലിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതായത് HVACയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇൻസ്ട്രുമെൻറ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോസുകളാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് PLC മലയാളം ട്യൂട്ടോറിയലാണ്. അതായത് ഒരു പാർട്ടായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. PLCയുടെ മലയാളം ഫുൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇന്ന് ബേസിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്താണ് PLC എന്ന് നോക്കാം. PLCയുടെ ബേസിക്കാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ PLCയുടെ ഡെഫിനിഷൻ ആദ്യം എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഇൻപുട്ടിന് ഉപയോഗിച്ച് അതിനനുയോജ്യമായ പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് PLC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫീൽഡിനെ, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാന്റിനെ, അല്ലെങ്കിൽ ഒരു മെഷീൻസിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഡിവൈസ്. PLCക്ക് പല ടൈപ്പ് പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ഒക്കെ വളരെ ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ഈസിയായി പഠിക്കാൻ പറ്റാവുന്നതാണ്. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. ഇതാണ് PLCയുടെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ. ഇൻപുട്ട് കാർഡ്, ഔട്ട്പുട്ട് കാർഡ്, പവർ സപ്ലൈ, CPU, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ പോർട്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചറായിട്ട് വരുന്നത്. ഞാൻ ഇൻപുട്ട് കാർഡിലും ഔട്ട്പുട്ട് കാർഡിലും എന്താണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വിച്ച്, പുഷ് ബട്ടൺ, റിലേ, സെൻസർ, ട്രാൻസ്മിറ്റർ, അതൊക്കെ ഇൻപുട്ട് ഡിവൈസാണ്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് വരുന്നത് LED, മോട്ടോർ, കൺട്രോൾ വാൽവ്, അലാം, അങ്ങനെയൊക്കെയാണ് ഔട്ട്പുട്ട് കാർഡ് വരുന്നത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവും. പിന്നെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഏരോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പവർ സപ്ലൈന്ന് CPUക്ക് പവർ കൊടുക്കുന്നു, CPUന്ന് ഇൻസ്ട്രക്ഷൻ മെമ്മറി തിരിച്ച് ഇൻസ്ട്രക്ഷൻ CPUക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ CPUന്ന് കമ്മ്യൂണിക്കേഷൻ പോർട്ടിലേക്ക് തിരിച്ച് കമ്മ്യൂണിക്കേഷൻ പോർട്ട് CPU. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം CPU അതിൻ്റെ ഹാർട്ടാണെന്ന്. പിന്നെ അതിലുള്ളത് ഐസൊലേഷനാണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഐസൊലേഷൻ ബാരിയേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇൻപുട്ടും ഔട്ട്പുട്ടും സെപ്പറേറ്റ് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. പവർ സപ്ലൈ. എന്താണ് പവർ സപ്ലൈ? ശരിക്കും പറഞ്ഞാൽ ഒരു കാറിൽ ഇന്ധനം എന്തിനാണ്, അതുപോലെയാണ് PLCക്ക് പവർ സപ്ലൈ. ഇന്ധനം ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയാണ് പവർ സപ്ലൈ ഇല്ലെങ്കിൽ PLCയും വർക്ക് ചെയ്യാൻ പറ്റില്ല. DC വോൾട്ടേജ് ഉപയോഗിച്ചാണ് ഈ PLCയുടെ കമ്പോണൻസ് ഒക്കെ വർക്ക് ചെയ്യിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് DC വോൾട്ടേജ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിക്കുന്നതെന്ന്. മോസ്റ്റ്ലി ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 120 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് AC അല്ലേ. അപ്പോൾ ഇതിനെ പവർ സപ്ലൈ ഉപയോഗിച്ച് DCയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പവർ സപ്ലൈയുടെ സ്ട്രക്ചറാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൽ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ലൈൻ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അത് കഴിഞ്ഞ് റെക്ടിഫയർ ഉപയോഗിച്ച് AC DC ആക്കുന്നു. പിന്നെ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു. അത് നോയ്സ് റെഡ്യൂസ് ചെയ്യാനുണ്ട് ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇതിന് നോയ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്ത് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ റെഗുലേറ്റർ വെച്ചിട്ടുണ്ടാവും. റെഗുലേറ്റർ എന്തിനാണെന്ന് വെച്ചാൽ അത് വോൾട്ടേജ് ആക്യുറസിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് 24 വോൾട്ട് DC ആക്കി മാറ്റം ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ SMPS ഉപയോഗിക്കില്ലേ കമ്പ്യൂട്ടറിന്, അതാണ് ശരിക്കും സംഭവം. സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയില്ലേ, അതാണ് ശരിക്കും സംഭവം. ഈ പവർ സപ്ലൈയിലും PLCനെ രണ്ടായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിത്ത് SMPS ഉണ്ട്, വിത്തൗട്ട് SMPS ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞു തരാം. അത് വിശദമായിട്ട് അപ്പം പറയാം. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അടുത്ത നമുക്ക് CPU എന്താണെന്ന് നോക്കാം. അതൊരു പ്രോസസ്സറാണ്. അതായത് PLCയുടെ അരിതമാറ്റിക്കും ലോജിക്കലായ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. CPU ആണ് ശരിക്കും PLCയുടെ മാസ്റ്റർ ബ്രെയിൻ. നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാമും CPU ആണ് സെർച്ച് ചെയ്ത് എല്ലാം ഫൈൻഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് CPU ആണ്. നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ അറിയാം. അതായത് ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിലാണെങ്കിൽ മോണിറ്ററിൻ്റെ അടുത്തൊരു CPU ഉണ്ടാവും. ആക്ച്വലി ആ ഒരു ബോക്സ് ഉണ്ടാവും. ആക്ച്വലി ആ ബോക്സിനെയാണ് നമ്മൾ CPU എന്ന് വിളിക്കുക. ആക്ച്വലി അതല്ല CPU, അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ്. ശരിക്കും ആ കമ്പ്യൂട്ടറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആ CPU ആണ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നമ്മൾക്ക് ഒരുപാട് ഫയൽസ് എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ CPU ആണ് പോയി സെർച്ച് ചെയ്ത് നമുക്ക് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും മാസ്റ്റർ ബ്രെയിനാണ് CPU.
ഡെഫിനിഷൻ നോക്കിയാൽ ഇറ്റ് ഹാസ് എ പ്രോസസ്സർ വിച്ച് കൺട്രോൾ ഓൾ ദ ഓപ്പറേഷൻ ഓഫ് ദ PLC അരിതമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ PLCയുടെ അരിതമാറ്റിക് ലോജിക്കലായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സറാണ് CPU. ഇനി നമുക്ക് മെമ്മറി എന്താണെന്ന് നോക്കാം. PLCക്ക് 2 ടൈപ്പ് മെമ്മറിയാണ് ഉള്ളത്. ഒന്ന് റോമും 2 റാമും. അതായത് റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈലാണ്, റാം വോളട്ടൈലാണ്. അതായത് റോം എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, ഇൻറ്റേർണൽ മെമ്മറിയൊക്കെ, അതൊക്കെ റോം മെമ്മറിയാണത്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഈ റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസാണ് റാമിൽ സേവ് ആവുക. അതായത് സ്റ്റാറ്റസ്, ഈ PLC എന്ന് പറയുമ്പോൾ PLCയിൽ ഇൻപുട്ട് സ്റ്റാറ്റസ്, ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് റാമിൽ സേവ് ആവുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ മിനിമൈസ് ചെയ്തൊക്കെ ഇടില്ലേ, അതൊക്കെ റാമിലാണ് ഈ മിനിമൈസ് ചെയ്തിട്ടൊക്കെ സേവ് ആവണത്, നമ്മുടെ മൊബൈലിലായാലും. റോം എന്ന് പറഞ്ഞാൽ ഈ ഇത് കണ്ടോ, നോൺ വോളട്ടൈലും വോളട്ടൈലും കണ്ടോ. ഈ വോളട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ ലോസ് ആയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആവും. നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ ലോസ് ആയാലും അതിലുള്ള ഡാറ്റകളൊന്നും ലോസ് ആവില്ല. അപ്പം നമ്മളുടെ പ്രോഗ്രാമൊക്കെ സേവ് ആവണത്, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ സേവ് ആവുന്നത് റോമിലാണ്. റാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ PLCക്ക് ഈ 2 മെമ്മറിയാണ് ഉള്ളത്. പിന്നെ അതിൽ ടൈപ്പ് ഓഫ് മെമ്മറി ഇത് വെച്ചേക്കുന്നുണ്ട്. അതായത് EEPROM, EEPRO. അതായത് EEPROM എന്ന് പറഞ്ഞാൽ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡബിൾ മെമ്മറിയാണ്. UV ലൈറ്റ് കൊണ്ട്, അൾട്രാ വയലറ്റ് ലൈറ്റ് കൊണ്ടാണ് എറേസ് ചെയ്യാൻ പറ്റുള്ളത്. EEPRO എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി റീഡബിൾ പ്രോഗ്രാം മെമ്മറി എന്നാണ് പറയുക. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ടാണ് അത് എറേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മെമ്മറി ഇതാണുള്ളത്. ഈ 2 ടൈപ്പ് മെമ്മറിയാണ് PLCക്കുള്ളത്. അടുത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ചാർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ പോർട്സ്, ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്, പ്രോട്ടോക്കോൾ ഏതാ ഉപയോഗിക്കുന്നതെന്നൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് RJ45 ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് RS232 ആണ്. അതിൻ്റെ പ്രോട്ടോക്കോൾ മോഡ്ബസ് പ്രോട്ടോക്കോളാണ്. പിന്നെ വരുന്നത് RJ11 RS485 ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡാണ് അതിന് വരുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോൾ ഫീൽഡ് ബസ് ആണ്. പിന്നെ MD8 അതിൻ്റെ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് RS422 ആണ്. അതിൻ്റെ പ്രോട്ടോക്കോൾ വരുന്നത് പ്രൊഫിബസ് ആണ്. ഈ പ്രോട്ടോക്കോളൊക്കെ നമുക്കത് പ്രാക്ടിക്കൽ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പ്രോട്ടോക്കോൾ എന്താണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. അതിൻ്റെ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡും പിന്നെ പോർട്സൊക്കെ എങ്ങനത്തെ പോർട്സാണ്, MD8 എന്താണ്, DB9 എന്താണെന്നൊക്കെ കറക്റ്റ് നമുക്കത് കാണിച്ചു തരാം. അതാകുമ്പോൾ ശരിക്കും മനസ്സിലാവും. പിന്നെ നമ്മൾ വരുന്നത് DB9, അതിൻ്റെ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് എതർനെറ്റ് ആണ്, അതിന് പ്രോട്ടോക്കോൾ ഇല്ല. പിന്നെ വരുന്നത് USB ആണ്. USB നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഒക്കെ അറിയാൻ പറ്റും, അത് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ടിൽ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. ഈ ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിങ്, ഈ പ്രോട്ടോക്കോൾ വെച്ചാണ് നമ്മൾ PLC കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇത്രേ ഉള്ളൂ. അടുത്തായിട്ട് വരുന്നത് ഇൻപുട്ട് കാർഡും ഔട്ട്പുട്ട് കാർഡാണ്. അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും എന്തായാലും സിങ്കിങ്ങും സോഴ്സിങ്ങും ഒക്കെ പറഞ്ഞു തരണം. അപ്പോൾ അതിൻ്റെ ഐസൊലേഷൻ ഞാൻ അതിൽ കാണിച്ചു തന്നില്ല. ഐസൊലേഷൻ ബാരിയേഴ്സ്, എങ്ങനത്തെ ടൈപ്പ് ഐസൊലേറ്ററാണ് ഉപയോഗിക്കുക എന്നൊക്കെ അതിൽ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് കാര്യമില്ല. അപ്പോൾ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് PLC. അതായത് 2 ടൈപ്പിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പവർ സപ്ലൈ, അതായത് ബേസ്ഡ് ഓൺ PS. മറ്റേന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എക്സ്പാൻഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ PS എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിത്ത് SMPSും വിത്തൗട്ട് SMPSും. വിത്ത് SMPS എന്ന് പറഞ്ഞാൽ നമ്മൾ ആ PLCക്ക് 230 വോൾട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ സാധിക്കും. അതായത് ആ PLCയിൽ SMPS ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പവർ സപ്ലൈ AC പവർ സപ്ലൈ ആയിരിക്കും. 230 വോൾട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും പവർ സപ്ലൈ. അതായത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ വിത്ത് SMPS ആയിരിക്കും അത്. പിന്നെ വരുന്നത് വിത്തൗട്ട് SMPS, അതായത് എക്സ്റ്റേണൽ SMPS. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ വെക്കണം,
അതിൻ്റെ വോൾട്ടേജൊക്കെ അതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. എല്ലാ പി എൽ സിയിലും നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വോൾട്ടേജ് 24 വോൾട്ടേജ് 230 വോൾട്ടേജ് ആണോ 24 വോൾട്ട് ഡി സി ആണോ നമുക്ക് അറിയാൻ പറ്റും. ഇൻക്ലൂഡ് ആണോ അത് വിത്തൗട്ട് SMPS ആണോ വിത്ത് SMPS ആണോ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് ബേസ്ഡ് ഓൺ എക്സ്പാൻഷൻ ആണ്. അതായത് ഈ പി എൽ സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻപുട്ടോ ഔട്ട്പുട്ടൊക്കെ IOS എന്ന് പറയാം. IOS എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ചില പ്ലാന്റിലൊക്കെ സാധാരണ ഒരു നോർമൽ പി എൽ സി എന്ന് പറയുന്നത് 8 ഇൻപുട്ട് 8 ഔട്ട്പുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഒരുപാട് ഇൻപുട്ടും ഔട്ട്പുട്ടും വേണ്ടി വരും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ മാക്സിമം ഒരു പി എൽ സിയിലൊക്കെ മാക്സിമം ചിലപ്പോൾ 32 അല്ലെങ്കിൽ 32 ഇൻപുട്ട് 32 ഔട്ട്പുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യും. അതായത് എക്സ്ട്രാ IOS വേറെ എക്സ്പാൻഡ് ചെയ്ത് IOS നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ബേസ്ഡ് ഓൺ എക്സ്പാൻഷനിൽ ഒരു 3 ടൈപ്പ് വരുന്നത്. അതായത് ഫിക്സ്ഡ് ഓർ കോമ്പാക്റ്റ് വരുന്നുണ്ട്. അതായത് ഫിക്സ്ഡ് ഓർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 248 IOS ആണ് അതിൽ ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ വരുന്നത് മോഡുലറാണ്. അതായത് എക്സ്പാൻഷൻ ഈ റണ്ണിങ് സീരീസ് ടൈപ്പിലുള്ള എക്സ്പാൻഷന് നമുക്ക് പറ്റും. അതായത് മാക്സിമം 2048 ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത വരുന്നത് റാക്ക് ടൈപ്പ് എക്സ്പാൻഷനാണ്. അതായത് അതിൻ്റെ പാരലൽ ടൈപ്പാണ് നമ്മളതിൽ പി എൽ സിയിൽ കണക്ട് ചെയ്യുക. അതാണ് എക്സ്പാൻഷൻ പാരലൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മാക്സിമം 16,000 ഇൻപുട്ടും ഔട്ട്പുട്ടും വരെ നമ്മൾ യൂസ് ചെയ്തതിൽ മാക്സിമം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പി എൽ സി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.